ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനഹിതമറിഞ്ഞ് റിപ്പോർട്ടർ നടത്തുന്ന പ്രീ പോൾ സർവേ തുടരുകയാണ്. ഇതിനകം നമ്മൾ പിന്നിട്ടിരിക്കുന്നത് 10 മണ്ഡലങ്ങൾ. 10 മണ്ഡലങ്ങളിൽ ഉണ്ണി ബാലകൃഷ്ണൻ UDF-ന് 7 മണ്ഡലങ്ങൾ, LDF-ന് 3 മണ്ഡലങ്ങൾ. 10 മണ്ഡലങ്ങൾ. അതായത് നമ്മൾ ഈ യാത്ര പകുതി പൂർത്തിയാക്കുമ്പോൾ ആകെയുള്ള 20 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളുടെയും ഫലസൂചനകൾ വരുമ്പോൾ കൊല്ലം, ആറ്റിങ്ങൽ, മലപ്പുറം, വയനാട്, പൊന്നാനി, ഇടുക്കി, കോഴിക്കോട് എന്നീ മണ്ഡലങ്ങൾ UDF-നോടൊപ്പം. അതെ, LDF-നൊപ്പം 3 മണ്ഡലങ്ങൾ. കാസർഗോഡ്, മാവേലിക്കര, പത്തനംതിട്ട. സിറ്റിംഗ് സീറ്റുകൾ, UDF-ന്റെ സിറ്റിംഗ് സീറ്റുകൾ LDF പിടിച്ചെടുക്കുമെന്ന സൂചനയാണ്. ആദ്യ 10 മണ്ഡലങ്ങൾ പിന്നിടുമ്പോൾ 3 LDF-നൊപ്പം എന്ന നിർണായകമായ ഫലമാണ് റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. UDF-ന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 3 LDF-ന്റെ ആധിപത്യമുണ്ടാകും എന്ന ആദ്യഘട്ടത്തിൽ ഉറപ്പാകുമ്പോൾ ഇനി അറിയേണ്ടത് UDF-ന്റെ ബാക്കിയിരിക്കുന്ന സീറ്റുകളിലും LDF-ന് അപ്രമാദിത്വം നേടാൻ കഴിയുമോ? 10 കോട്ടകളിൽ എത്ര എണ്ണത്തിൽ വിള്ളൽ വീഴ്ത്താൻ കഴിയും? ഇന്ന് നമ്മൾ പ്രധാനമായും 2 മണ്ഡലങ്ങളാണ് പരിശോധിക്കുന്നത്. അതിലൊന്ന് ആലപ്പുഴ, മറ്റേത് ചാലക്കുടി. ആലപ്പുഴ മണ്ഡലത്തിന്റെ പ്രത്യേകതയും നമുക്ക് പ്രേക്ഷകരോട് പറയാം. കേരളത്തിന്റെ ഉള്ളറിഞ്ഞ് റിപ്പോർട്ടർ റിസർച്ച് ടീം നടത്തിയ സർവേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരംഭിക്കുന്നു റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ 2024. വെൽക്കം. വോട്ടർമാരെ 20 മണ്ഡലങ്ങളിലും നമ്മുടെ റിപ്പോർട്ടറിന്റെ ഇൻവെസ്റ്റിഗേറ്റർമാർ, റിപ്പോർട്ടർ ആർമി കോർഡിനേറ്റേഴ്സ് നടന്ന് നേരിട്ട് ഇന്റർവ്യൂ നടത്തി, ഇന്റർവ്യൂ ഷെഡ്യൂൾ ഉപയോഗിച്ച് നടത്തിയ സർവേ ഫലമാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. ആദ്യം നമ്മൾ പരിശോധിച്ചു വരുന്നു നമ്മുടെ റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേയുടെ രീതിശാസ്ത്രം, മെത്തഡോളജി. രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സ് ചിരിഞ്ഞ് ദിവസങ്ങളോളം നടത്തിയ സാമ്പിൾ ശേഖരണം. 19,223 വോട്ടർമാരുടെ ഉള്ളറിഞ്ഞ സാമ്പിൾ ശേഖരണം. 28 ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് 12 ദിവസം 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിവരശേഖരണം. ഏറ്റവും അധികം വോട്ടർമാർ മനസ്സ് തുറന്ന സർവേ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിൽ 51% സ്ത്രീകളും 49% പുരുഷന്മാരുമാണ്. ഹിന്ദു വിഭാഗത്തിലെ 55% പേരും 26% മുസ്ലിങ്ങളും 19% ക്രൈസ്തവരും സർവേയിൽ പങ്കാളികളായി. ജനുവരി 28 മുതൽ ഫെബ്രുവരി 8 വരെയാണ് മെഗാ പ്രീ പോൾ സർവേ നടന്നത്. റിപ്പോർട്ടർ, ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ. ആലപ്പുഴ മണ്ഡലം എന്ന് പറയുമ്പോൾ ആലപ്പുഴക്കാരനായ ഉണ്ണിസാറിന് അല്പം ആവേശം കൂടുന്ന സർവേ ഫലമാണ് ഇന്ന് വരാൻ പോകുന്നത്. പക്ഷേ ഡോക്ടർ അരുണിനും നിരാശപ്പെടേണ്ട. ആലപ്പുഴ മണ്ഡലം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന തീരദേശ ലോക്സഭാ മണ്ഡലം, അതാണ് ആലപ്പുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്നത് ആലപ്പുഴയിലേക്കാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നല്ല വേരോട്ടമുണ്ട്. പക്ഷേ പാർലമെന്റിൽ കൂടുതൽ തവണ എത്തിയത് കോൺഗ്രസ് MP-മാരാണെന്ന ചരിത്രവും അവിടെ അവശേഷിക്കുന്നു. കനൽ ഒരു തരിയായി 2019 നമ്മൾ കണ്ട ആലപ്പുഴയുടെ മണ്ഡല ചിത്രം കണ്ടുവരാം. 1977 ആലപ്പുഴ ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ. മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന 12 തെരഞ്ഞെടുപ്പുകളിൽ 8ലും UDF-നൊപ്പം ആലപ്പുഴ നിലയുറച്ചു. 1977 VM സുധീരനാണ് പാർലമെന്റിലെത്തിയത്. 1980 CPIM-ന് വേണ്ടി സുശീല ഗോപാലൻ മണ്ഡലം തിരിച്ചുപിടിച്ചു. 1984-ലും 1989-ലും കോൺഗ്രസിലെ വക്കം പുരുഷോത്തമനായിരുന്നു വിജയം. 1991-ൽ CPI-യിലെ TJ ആഞ്ചലോസ് മണ്ഡലത്തെ ഇടതുപാളയത്തിലെത്തിച്ചു. 1996-ൽ ആലപ്പുഴ VM സുധീരൻ തിരിച്ചുപിടിച്ചു. 2004 വരെ സുധീരൻ ആലപ്പുഴയിൽ നയിച്ചു. 2004-ൽ KS മനോജിന്റെ അട്ടിമറി ജയത്തിലൂടെ ആലപ്പുഴയിൽ വീണ്ടും ചെങ്കൊടി പാറി. 2009-ലും 2014-ലും മണ്ഡലം KC വേണുഗോപാലിലൂടെ കോൺഗ്രസിനൊപ്പം നിന്നു. 2019-ൽ KC വേണുഗോപാൽ മത്സര രംഗത്ത് നിന്ന് പിന്മാറി. UDF തരംഗത്തെ അതിജീവിച്ച്
AM ആരിഫിലൂടെ ഇടതുപക്ഷം സ്വന്തമാക്കിയ ഏക സീറ്റായിരുന്നു ആലപ്പുഴ. കനൽ ഒരു തരി മതിയെന്ന ടാഗ്ലൈനോടെ ആരിഫിന്റെ ഒറ്റപ്പെട്ട വിജയം LDF ആഘോഷമാക്കി. 5 വർഷത്തിനിപ്പുറം കനൽ അണഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കണം. അഭിമാന പോരാട്ടമാണ് ഇത്തവണ ഇടതുമുന്നണിക്ക്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു. അതിലിനിപ്പോൾ സ്ഥാനാർത്ഥിയുടെ വിവരം അറിഞ്ഞാൽ മതി. സ്ഥാനാർത്ഥിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അത് തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങും. UDFിൻ്റെ ആര് വന്നാലും ശരി, LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം ഞങ്ങൾ കൃത്യമായും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കും. കൈവിട്ടുപോയ സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾ നേതൃത്വത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ മുന്നിലുള്ള ഒരേ ഒരു അജണ്ട എന്ന് പറയുന്നത് ആര് സ്ഥാനാർത്ഥിയായാലും, കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും ഈ ജില്ല, ഈ പാർലമെന്റ് സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് 90,000-ൽ താഴെയായിരുന്നു വോട്ട് നില. 2019 1,87,729 ഉയർത്താൻ BJPക്കായി. ഹിന്ദു വോട്ടുകൾ അനുകൂലമാക്കാനും തീരദേശ വോട്ടുകളും ലക്ഷ്യമിട്ട് ധീവര സമുദായത്തിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയെയാണ് BJP രംഗത്തിറക്കിയത്. ഇത്തവണയും ആലപ്പുഴയിൽ മികച്ച പ്രകടനം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. വികസനത്തിന്റെ കാര്യത്തിൽ ഈ പാർലമെന്റ് മണ്ഡലം, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം വളരെ വളരെ പിറകിലാണ്. എന്തെങ്കിലും ഒരു വികസനത്തിന് കേന്ദ്ര സർക്കാർ ശ്രമിച്ചാൽ ആ ശ്രമം വിജയിപ്പിക്കാൻ MP ഒരു സഹകരണവും പരിശ്രമവും നടത്തുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. വിപ്ലവ, ജനാധിപത്യ, നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ചരിത്രം ഏറെ പറയാനുണ്ട് ആലപ്പുഴയ്ക്ക്. രാഷ്ട്രീയത്തിനപ്പുറമുള്ള സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും പലതവണ തെറ്റിച്ചിട്ടുമുണ്ട് ആലപ്പുഴ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. കയറും കവിതയും കരിമണലും കമ്മ്യൂണിസവും ആലപ്പുഴ മണ്ണിന് സ്വന്തമാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, ഇത്രയും അധികം വ്യത്യസ്തതകളുള്ള ഒരു പ്രദേശമുണ്ടാവില്ല. കിഴക്കിന്റെ വെനീസാണ് രാഷ്ട്രീയത്തിൽ ആരുടെ വെനീസ്? നിശ്ചയമായും. കാരണം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF തരംഗം ആഞ്ഞു വീശുമ്പോൾ ആലപ്പുഴ മാത്രമാണ് വ്യത്യസ്തമായി ചിന്തിച്ചത്. ആലപ്പുഴയിൽ മാത്രമാണ് ആശ്വാസ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഒരു സീറ്റ് മാത്രമേ ആ തെരഞ്ഞെടുപ്പിൽ LDFന് കൈവരിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് ആലപ്പുഴ മണ്ഡലമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ആർക്കൊപ്പം നിൽക്കുമെന്നത് LDFനെയും UDFനെയും സംബന്ധിച്ച് ഒരുപോലെ സുപ്രധാനമാണ്. മാത്രവുമല്ല, VM സുധീരൻ മുതൽ ഇങ്ങോട്ട്, ആഞ്ചലോസ് മുതൽ ഇങ്ങോട്ട് നമ്മൾ വിജയിച്ചു കയറിയ സ്ഥാനാർത്ഥികൾ നോക്കിയാൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് വളരെ പ്രാധാന്യം കൊടുത്തൊരു മണ്ഡലം കൂടിയാണ്. അതാണ് VM സുധീരൻ, സുശീല ഗോപാലൻ, വക്കം പുരുഷോത്തമനെ പോലെയുള്ള തലയെടുപ്പുള്ള നേതാക്കൾ റെപ്രസെന്റ് ചെയ്ത ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. അതും ഇടതുപാളയത്തിൽ നിന്ന് VM സുധീരൻ സ്വന്തമാക്കി, VM സുധീരനിൽ നിന്ന് KS മനോജ് സ്വന്തമാക്കി, മനോജിൽ നിന്ന് KC വേണുഗോപാൽ സ്വന്തമാക്കി, KC വേണുഗോപാലിൽ നിന്ന് ആരിഫ് സ്വന്തമാക്കി. അങ്ങനെ രാഷ്ട്രീയം മാറി മറിഞ്ഞിട്ടുള്ള മണ്ഡലമാണ് ആലപ്പുഴ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ ഇക്കുറി ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. ഇത് LDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടവുമാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് ആലപ്പുഴ ചിന്തിച്ചത് എന്നതിന്റെ രാഷ്ട്രീയ ചിത്രം കൂടി മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ആലപ്പുഴയുടെ അടിസ്ഥാന രാഷ്ട്രീയ സ്വഭാവം എന്ന് മനസ്സിലാക്കൂ. മറ്റെല്ലാ ഗ്രാഫുകളിൽ നിന്ന് വ്യത്യസ്തമായി ആലപ്പുഴ മണ്ഡലത്തിന്റെ രാഷ്ട്രീയം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കലയും കവിതയും കരിമണലും കമ്മ്യൂണിസവും ആലപ്പുഴയിലുണ്ടെങ്കിലും ആലപ്പുഴയ്ക്ക് അടിസ്ഥാനമായ ഒരു UDF സ്വഭാവമുണ്ട്, കോൺഗ്രസ് സ്വഭാവമുണ്ട്. ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും UDFന് തന്നെയാണ് മേൽക്കൈ. മറ്റെല്ലാ മണ്ഡലങ്ങളിലും, ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് താഴ്ചയും LDFന് ഉയർച്ചയും ഉണ്ടാകുമ്പോൾ അത് സാധ്യമാകാതെ പോയ ഒരേ ഒരു മണ്ഡലം ആലപ്പുഴയാണ്. UDF നോക്കൂ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത് 40.96%. എന്നാൽ UDF നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തോ അവിടെ തിരിച്ചാകേണ്ടിയിരുന്നു. പക്ഷേ അവിടെ LDF താഴെ പോവുകയും നേരിയ വ്യത്യാസത്തിലാണെങ്കിലും UDF മേൽക്കൈ നേടുകയും ചെയ്യുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4% UDFന് വോട്ട് വിഹിതം 2019 നിന്ന് വർദ്ധിക്കുന്നത്. ഇത് അസാധാരണമാണ്. മറ്റൊരു മണ്ഡലങ്ങളിലും കാണാത്ത രീതി. ഇവിടെ 44.16% UDFന്റെ വോട്ട് വിഹിതം ഉയരുന്നതായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായി ആലപ്പുഴ മണ്ഡലത്തിനൊരു കോൺഗ്രസ് സ്വഭാവം ഉണ്ടെന്ന് ഈ 2 തിരഞ്ഞെടുപ്പുകളെ വെച്ചുകൊണ്ട് പറയാം. അതേസമയം NDയുടെ വോട്ട് പെർസെൻറ്റേജ് 17.24% നിന്ന്
10.46%. നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കുറയുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, NDAയുടെ വോട്ട് വിഹിതം 7% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UDFന് ഗുണമായി തീർന്നിട്ടുണ്ടോ, അതല്ല LDFനാണോ ഗുണകരമായി തീർന്നിരിക്കുന്നത്? കാരണം ഉണ്ണി ബാലകൃഷ്ണൻ, വളരെ രസകരമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണിത്. 2019 രണ്ട് പാർട്ടിക്കും കിട്ടുന്നത് 40%. വളരെ നേരെ 10,000-ത്തിന് താഴെ 10,000-ഓളമാണ് ഭൂരിപക്ഷം. 0.96% മാത്രമാണ് ഭൂരിപക്ഷം. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. നേരിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചത്. മറ്റൊരു കണക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇപ്പം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDFന് വോട്ട് ശതമാനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും സീറ്റുകൾ വർദ്ധിക്കുന്നില്ല എന്നത് കാണണം. അതായത് 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ആ ലോക്സഭാ മണ്ഡലത്തിൽ അതിൽ 5 സീറ്റും കൈയടക്കിയത് LDF ആണ്. 2 സീറ്റ് മാത്രമാണ് UDFനുള്ളത്. അതായത് ഇരു മുന്നണികളും 40% നിന്ന് 44% നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം 8% വ്യത്യാസം ഈ രണ്ട് മുന്നണികൾക്കുമായിട്ട് ഉയർച്ച കാണിക്കുന്നു. അതേസമയം വോട്ട് നഷ്ടപ്പെട്ടതാവട്ടെ NDAയ്ക്കും. സുജയ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. ഈ NDAയുടെ വോട്ട് കൃത്യമായും സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നത് ഈ കണക്കിൽ നിന്ന് വ്യക്തമല്ലേ? നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ലല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ളത്. 17 നിന്ന് 10 ഇറങ്ങി എന്നതിന്റെ അർത്ഥം 2024 10 തന്നെ അത് അങ്ങനെ നിൽക്കുന്നതല്ല. 17.24 നിന്ന് 10 ഇറങ്ങുമ്പോൾ വ്യത്യാസം വരുന്നത് എത്രയാണ് നോക്കൂ, 7% വ്യത്യാസം അവിടെ വരുന്നു. രണ്ട് കൂട്ടർക്കും 4% വീതം കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നു. അത് ഈക്വലി ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അല്ല, പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. 2019 അവിടെ മത്സരിക്കുന്നത് AM ആരിഫും ഷാനിമോൾ ഉസ്മാനുമാണ്. ഒരേ സമുദായത്തിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ വരുന്നു. 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോഴാണ് അവിടെ KS രാധാകൃഷ്ണൻ 2019 BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഹിന്ദു വോട്ട് ബാങ്ക് BJPക്ക് അനുകൂലമായി, അവർ BJP ഫോളോവേഴ്സ് അല്ലെങ്കിൽ കൂടിയും BJPക്ക് അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ടാകണം. 1,87,000 വോട്ട് എന്ന് പറയുന്നത് അത്ഭുതകരമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ എന്ന് പറയുന്നത്. അത് പക്ഷേ 2021 നിയമസഭയിലേക്ക് വരുമ്പോൾ അങ്ങനെ നിലനിൽക്കുന്നില്ല. 5 സീറ്റുകൾ LDF അവിടെ കൈയടക്കുകയാണ്. നോക്കൂ, ഹരിപ്പാടും കരുനാഗപ്പള്ളിയിലും മാത്രമാണ് മാറി ചിന്തിച്ചത്. പക്ഷേ അത് അതേപടി ഇൻടാക്ട് ആയി 2024 വരുമ്പോൾ അവിടുത്തെ വോട്ടർമാർ അങ്ങനെ നിൽക്കുന്നുവെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതിന്റെ ഉത്തരം നമ്മൾക്ക് വരാനിരിക്കുന്ന ചോദ്യങ്ങളിലൂടെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ. എന്താണ് ആലപ്പുഴയുടെ അടിസ്ഥാന രാഷ്ട്രീയ സ്വഭാവം? 2024 തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാകുന്നതിന് മുൻപ് തന്നെ ആരാണ് UDF സ്ഥാനാർത്ഥി എന്ന് ഇനിയും നമുക്ക് വ്യക്തമല്ല. LDF സ്ഥാനാർത്ഥിയായി ആരിഫ് തന്നെ മത്സരിക്കുമെന്നത് ഏറെക്കുറെ തീർച്ചയായി. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. NDA സ്ഥാനാർത്ഥിയും ആലപ്പുഴയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് റിപ്പോർട്ടറിന്റെ ഈ മെഗാ പ്രീപോൾ സർവേ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നടത്തിയ സർവേയുടെ ഫലമാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. പതിവ് പോലെ അതെ, MP അറിയാമോ? MP-യെ അറിയാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ MP-യുടെ പേര് അറിയാമോ എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ഓൺ സ്ക്രീൻ. MP-യെ അറിയാമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം 91% ആളുകൾക്കും MP-യുടെ പേര് അറിയാം. That's a good number. 10 പേർക്കും MP-യുടെ പേര് അറിയാം. MP-യുടെ പേര് അറിയാത്തത് കേവലം 9% മാത്രമാണ്. 100-ൽ 9 പേർക്കും 10-ൽ 9 പേർക്കും 100-ൽ 90 പേർക്കും അവിടുത്തെ MP ആരിഫിനെ അറിയാം. പോപ്പുലാരിറ്റി ഈസ് വെരി ഹൈ. ഉണ്ണി ബാലകൃഷ്ണൻ. നിശ്ചയമായും. പക്ഷേ 91% ആളുകൾക്ക് MP അറിയാമെന്ന് പറയുമ്പോൾ ആലപ്പുഴയുടേത് ഒരു കൗതുകകരമായ തിരഞ്ഞെടുപ്പും കൗതുകകരമായ റിസൾട്ടായിരുന്നു 2019 അല്ലെ? കേരളത്തിൽ ഒരേ ഒരു LDF MP-യേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും കേരളത്തിലെ മൊത്തം ആളുകൾക്കും ആ MP ആരാണെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ ആരിഫിന്റെ പോപ്പുലാരിറ്റി ഇത്രയും പോരാ. 91 എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് നമ്പർ. പക്ഷേ ആലപ്പുഴയുടെ സവിശേഷത വെച്ച് നോക്കുമ്പോൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത വെച്ച് നോക്കുമ്പോൾ ഇത് പോരാ എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഇത് പോരാ എന്നുള്ളതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. പക്ഷെ അതിനു മുൻപ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പ്രേക്ഷകരിലേക്ക് അതിന്റെ മെത്തഡോളജിയുടെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഒറ്റ ചോദ്യമേ ചോദിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ MP-യുടെ പേര് പറയാൻ കഴിയുമോ? ചില ആളുകൾ MLA-യുടെ പേര് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പറഞ്ഞേക്കാം. ഒരിക്കൽ കൂടി ചോദിക്കണം എന്നാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്ററോട് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും MP-യും MLA-യും തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഇത് ബാധകമാണ്. പക്ഷേ അങ്ങനെ വന്നാലും ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരേ ഒരു കനലാണ് ആരിഫ് എന്നുള്ളത് കൊണ്ട്, കേരളം ഒട്ടാകെ ആരിഫിന്റെ പേര് ഓർമ്മിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ട് 91 എന്നുള്ളത് 95-ന് മുകളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ നമ്പർ ആകുമായിരുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. രണ്ടാമത്തെ ചോദ്യം സുജയ. കനൽ, രണ്ടാമത്തെ ചോദ്യം അതാണ്. കനൽ ആ മണ്ഡലത്തിൽ കത്തിയോ? MP-യുടെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു? ആലപ്പുഴ മണ്ഡലത്തിൽ AM ആരിഫിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു? ശരാശരിയാണോ, അതോ മികച്ചതാണോ, വളരെ മികച്ചതാണോ, മോശമാണോ? ഓൺ റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു MP എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ മികച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നത് 19.8%. ദാറ്റ്സ് എ ഗുഡ് നമ്പർ. വളരെ മികച്ചത് എന്ന്
20-ൽ 10-ൽ 2 പേർക്കും അഭിപ്രായം, മികച്ചത് എന്ന 18.8% ആളുകൾക്കും അഭിപ്രായം. അങ്ങനെയെങ്കിൽ 38.6% ആളുകൾ മികച്ച പ്രവർത്തനം, ഏകദേശം 40%. നല്ലത് 40%, ഒരു 40% നല്ല മാർക്ക് തന്നെയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ. നമുക്ക് അടുത്ത ശരാശരിയിലേക്ക് വന്നാൽ 31% മോശം എന്ന് പറയുന്നത് 15.1, വളരെ മോശം 10.2 എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിയാൽ 25.3. അപ്പോ എങ്ങനെയാണ് നോക്കൂ, അതായത് 38.6% പേർ മികച്ച പ്രവർത്തനമാണ് എന്ന് പറയുമ്പോൾ കേവലം 25.3% ആളുകൾ മാത്രമാണ് പ്രവർത്തനം മോശമാണ് എന്ന് പറയുന്നത്. നിശ്ചയമായും ആരിഫിന് ആശ്വസിക്കാവുന്ന ഒരു നമ്പർ തന്നെയാണ്. അതായത് മോശമാണെന്ന് പറയുന്നവരെക്കാൾ കൂടുതലാണ് മികച്ചത് എന്ന് പറയുന്നത്. അത് അഡ്വാൻറ്റേജ് ആരിഫിന് നൽകുന്നു. രണ്ടാമത്തെ ചോദ്യത്തിനും 1ഉം 2ഉം ചോദ്യങ്ങൾ ആരിഫിന് ഗുണകരമാണ്. അഡ്വാൻറ്റേജ് ടു ആരിഫ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം സുജയ, വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ട വിഷയം ഏതാണ്? അവിടുത്തെ വോട്ട് വിഷയമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ബൂത്തിലേക്ക് പോകുമ്പോൾ ഏത് കാര്യത്തിനാണ് നിങ്ങൾ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത്? നിരവധി ഓപ്ഷൻസ് നമ്മൾ പതിവ് പോലെ തന്നെ ആലപ്പുഴക്കാരുടെ മുന്നിലേക്ക് വെച്ചു. അതിൽ നിന്ന് അവർ തെരഞ്ഞെടുത്തത് ഏതാണെന്ന് നോക്കൂ. ഏറ്റവും പ്രാധാന്യം ഏതിനാണ്? സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 1991 മുതലുള്ള തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് ആലപ്പുഴ മണ്ഡലത്തിൽ രാഷ്ട്രീയത്തോളം പ്രാധാന്യമുണ്ടെന്ന് കാണാം. പക്ഷേ രാഷ്ട്രീയത്തെക്കാൾ പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് കഴിഞ്ഞ 10 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ ഈ 10 മണ്ഡലങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വോട്ടർമാർ തിരഞ്ഞെടുത്തത് വികസന പ്രവർത്തനങ്ങളായിരുന്നുവെങ്കിൽ, അതെ, വികസന പ്രവർത്തനം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളായിരുന്നുവെങ്കിൽ നോക്കൂ, ഇവിടെ 50.9%, 51% ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിത്വം വളരെ പ്രധാനമായിട്ട് വരുന്നു. നിശ്ചയമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VM സുധീരനെ പോലെ, സുശീല ഗോപാലിനെ പോലെ, അതേപോലെ KS മനോജ് ഒരു അട്ടിമറി അത്ഭുതകരമായി പക്ഷെ നോക്കൂ, ഇപ്പോ വക്കം പുരുഷോത്തമനെ പോലെ ഒരു നേതാവ്, അല്ലെ, കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറായിരുന്ന വക്കം പുരുഷോത്തമനെ പോലെ ഒരു നേതാവ്, VM സുധീരനെ പോലെ ഒരു കാലത്ത് യുവതുക്കെയായിരുന്ന നേതാവ്, സുശീല ഗോപാലിനെ പോലൊരു നേതാവ്, KC വേണുഗോപാലിനെ പോലൊരു നേതാവ്, ഇങ്ങനെയുള്ള നേതാക്കളെയാണ് ആ മണ്ഡലം ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ വ്യക്തിത്വത്തിന് അവിടെ ഒരു വലിയ മാർക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ വേറൊരു കാര്യം ഒരിക്കൽ കൂടെ അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. TJ ആഞ്ചലോസിന്റെ വിജയം നമ്മൾ മറന്നുകൂടാ. TJ ആഞ്ചലോസും ഇതേപോലെ തന്നെ ഒരു സവിശേഷ വ്യക്തിത്വമായിട്ട് ആലപ്പുഴയിൽ അറിയപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആഞ്ചലോസ് അവിടെ വിജയിക്കുകയും ചെയ്തത്. ആളറിഞ്ഞു വോട്ട് ചെയ്യുന്നവർ. കഴിഞ്ഞ തവണ എതിരാളി ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു. ഇത്തവണ എതിരെ വരുന്ന ആൾ ആരാണ് എന്നത് പ്രധാനമാണ്. ആളറിഞ്ഞു വോട്ട് ചെയ്യുന്നു ആലപ്പുഴ എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രേമചന്ദ്രന്റെ കൊല്ലം മണ്ഡലത്തിൽ മാത്രമാണ് ഇത്രയും അധികം ആളുകൾ വ്യക്തിത്വത്തിന് സവിശേഷ പ്രാധാന്യം വോട്ടിംഗിൽ കൽപ്പിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പ്രേമചന്ദ്രൻ കൊല്ലത്ത്, അങ്ങനെയെങ്കിൽ ആലപ്പുഴയിൽ ആരിഫ് ആയിരിക്കുമോ? നമുക്ക് മറ്റു ചോദ്യങ്ങളിലേക്ക്, മറ്റു സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം എന്നാണ്, MPയുടെ വ്യക്തിത്വം എന്നല്ല. സ്ഥാനാർത്ഥികൾ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനുള്ളത് 1.2%. ആലപ്പുഴ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അയോധ്യ ക്ഷേത്ര നിർമ്മാണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമേ അല്ല. നോക്കൂ അരുണേ, ഇപ്പോൾ അയോധ്യ ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ 10 ലോക്സഭാ മണ്ഡലങ്ങളിലും ഏതാണ്ട് 1 to 1.5 ആണ് ആവറേജ്. 1.5% ആളുകൾ ഈ അയോധ്യ ക്ഷേത്രം വലിയ കാര്യമായി കണ്ടിട്ടുള്ളൂ. പക്ഷേ രാജ്യസുരക്ഷ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന് 9%, 10%, 11% ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ രാജ്യസുരക്ഷയ്ക്ക് വോട്ടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അതാണ് 2.7%. അതായത് നോക്കൂ, KS രാധാകൃഷ്ണൻ വരുമ്പോഴാണ് NDAയുടെ വോട്ട് വിഹിതം മറ്റുള്ള എല്ലാ തെരഞ്ഞെടുപ്പിനെയും അപേക്ഷിച്ച് ഉയരുന്നത്. ആലപ്പുഴയിൽ അതൊരു സവിശേഷ സാഹചര്യമാണ്. വ്യക്തിത്വമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ശബരിമലയുണ്ട്, പക്ഷേ ശബരിമലയേക്കാൾ ഒരുപക്ഷെ ആലപ്പുഴയിൽ ഗുണം ചെയ്തിട്ടുണ്ടാവുക KS രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയെ തന്നെയാണ്. KS രാധാകൃഷ്ണൻ വൈസ് ചാൻസലർ ആയിരുന്ന ആളാണ്. അതേപോലെ തന്നെ PSC അംഗമായിരുന്ന ആളാണ്. അപ്പോൾ പ്രൊഫസർ KS രാധാകൃഷ്ണൻ എന്നുള്ള ഒരു മുൻതൂക്കം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഘടകവുമുണ്ട്. അതായത് ആരിഫും ഷാനിമോൾ ഉസ്മാനും ഒരേ സമുദായത്തിൽ നിന്ന് വന്നപ്പോൾ ഒരു ഷിഫ്റ്റ് അവിടെ സാമുദായികമായി നടന്നിട്ടുണ്ട്. വോട്ടുകൾ സാമുദായികമായി കേന്ദ്രീകരിക്കപ്പെട്ടു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. സുജയ പാർവതി, ആരായിരിക്കണം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആലപ്പുഴക്കാരുടെ ചോയ്സ് ആരാണ്? രാഹുൽ ഗാന്ധിയാണോ അതോ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയാണോ? ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ സർവേയിൽ പല മണ്ഡലങ്ങളിലും പല ഉത്തരങ്ങളാണ് കിട്ടിയത്. മോദിക്കും രാഹുൽ ഗാന്ധിക്കും പല മണ്ഡലങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്, വ്യത്യസ്ത സ്വീകാര്യതയാണ് കണ്ടത്. ആലപ്പുഴയുടെ സ്വീകാര്യത ഓൺ സ്ക്രീൻ. മോദി ഓ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 40.3%. നരേന്ദ്രമോദിക്ക് ലഭിച്ചത് മോശമല്ല, 32%, 32%. അപ്പം ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളിൽ നമുക്ക് ആദ്യമായിട്ട് പിന്നെ ഈ പറയുന്ന
ആരിഫിന് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിനും വേണമെങ്കിൽ ഒരേപോലെ ഗുണം ഇന്ത്യ മുന്നണിക്ക് ഗുണം ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യാവുന്ന ഒരു ഫിഗർ വന്നിരിക്കുന്നത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി 40.3% എന്നാണ്. ബാക്കി കണക്കുകൾ വളരെ കൗതുകമാണ് കേട്ടോ. സംപൂജ്യമായ എത്ര പേരാണ്, അതായത് ഖാർഗെക്ക് 0, മമതാ ബാനർജി 0, നിതീഷ് കുമാർ 0, അരവിന്ദ് കെജ്രിവാൾ 0, ശശി തരൂരിന് മാത്രമാണ് പിന്നെ കിട്ടിയിരിക്കുന്ന ഒരു 2.6% എന്ന് പറയുന്നത്. അപ്പൊ വളരെ കൃത്യമായ ഡിവിഷൻ അല്ലേ? അവിടെ വളരെ ഇന്റലിജന്റ് ആയിട്ട് അറിയില്ല എന്നത് 25% ആളുകൾ പ്രധാനമന്ത്രിയെ ആരായി പ്രധാനമന്ത്രി വരണം എന്ന ചോദ്യത്തിന് അറിയില്ല, ഡോണ്ട് നോ എന്ന് പറഞ്ഞിരിക്കുന്നത് 25%. 10ൽ 4 പേർക്ക് അറിയില്ല എന്നതാണ്. അവരതിനുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. അത് പക്ഷേ വളരെ പ്രധാനപ്പെട്ട നമ്പറാണ്, ഒരു സ്ട്രാറ്റജിക് നമ്പർ കൂടിയാണ്. ഇത് ആർക്ക് അനുകൂലമാവും നമുക്കറിയാം. അതെ, പക്ഷേ ഒരർത്ഥത്തിൽ അത് കോൺഗ്രസിന് അനുകൂലമാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണുന്ന ഒരു വലിയ വോട്ട് ശതമാനം അവിടെ ഉണ്ട്. 40.3% ആളുകൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഗുണം ചെയ്യാവുന്ന ഒരു ഘടകമാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പെർഫോമൻസ് ട്രാക്കർ എങ്ങനെയാണ് മോദി സർക്കാരിനെ കുറിച്ച് ആലപ്പുഴ അഭിപ്രായപ്പെടുന്നത്? മികച്ചതാണോ അതോ മോശമാണോ? ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് ഓൺ സ്ക്രീൻ. മോദി സർക്കാർ എങ്ങനെ എന്നതിന് ആലപ്പുഴയിലെ വോട്ടർമാർ വിധി എഴുതുന്നു. വളരെ മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് 23.2%. അതെ, മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് 17%. രണ്ടും കൂട്ടിയാൽ 40%. 40.2%. ഒന്ന് നോക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മോഡിയുടെ ഭരണം മികച്ച ഭരണമാണെന്ന് ഭൂരിപക്ഷം പേരും പറഞ്ഞ രണ്ടാമത്തെ മണ്ഡലമാണ് ആലപ്പുഴ. അതെ, പത്തനംതിട്ടയാണ് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. പത്തനംതിട്ടയാണ് ഇതിനു മുമ്പ് ബാക്കി 8 മണ്ഡലങ്ങളിലും മോശമാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നെങ്കിൽ ആലപ്പുഴയും പത്തനംതിട്ടയും ഒരുപോലെ പറയുന്നു അതെ മികച്ച ഭരണമാണ് കേന്ദ്രം. കാരണം മോശം എന്ന് പറഞ്ഞവരെക്കാൾ കൂടുതൽ മികച്ചത്. അതെ, മോശം എന്ന് പറഞ്ഞത് 12.2%, വളരെ മോശം എന്ന് പറയുന്നത് 17%. അങ്ങനെ നോക്കുമ്പോൾ 29.2% ആളുകളാണ് മോശമെന്ന് പറഞ്ഞത്. എന്നാൽ നല്ലത് എന്ന് പറഞ്ഞത് 40.2%. ഒരു BJP അനുകൂല സ്വഭാവം അവിടെ ഉണ്ട്. ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവമായി കണക്കാക്കാം. 1, 2 അവിടുത്തെ ഒരു ആസ്പയറിംഗ് മിഡിൽ ക്ലാസ് ആണ്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം പ്രധാനപ്പെട്ടതാണ്. നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി വ്യക്തിത്വത്തിനെ അളക്കുന്നവരാണ് ആലപ്പുഴ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് കാൻഡിഡേറ്റ് എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം ഇതിലേക്ക് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്താൽ വ്യക്തിത്വം എന്ന നിലയിൽ മോദിയെയും രാഹുലിനെയും വിലയിരുത്തിയിട്ടുണ്ടാവാം. അതും ഒരു സാധ്യതയാണ്. 10ൽ 4 പേർ കൊള്ളാം, 10ൽ 3 പേർ കൊള്ളില്ല. ഇതാണ് ആലപ്പുഴയുടെ വിധി എഴുത്ത്. അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളം. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ ആലപ്പുഴ ഇങ്ങനെ പ്രബുദ്ധമായി വിധി എഴുതുന്നവരാണെങ്കിൽ അടുത്ത ചോദ്യത്തിന് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട് പിണറായി സർക്കാർ? ആലപ്പുഴയോട് നമ്മൾ ചോദിച്ചു. ഉത്തരങ്ങളിലേക്ക് എന്താണ് ആലപ്പുഴയ്ക്ക് പറയാനുള്ളത്? പിണറായി സർക്കാരിന്റെ ഭരണം എങ്ങനെ എന്ന് ആലപ്പുഴയിലെ വോട്ടർമാരോട് ചോദിച്ചപ്പോൾ ദാ വരുന്ന ഉത്തരം. വളരെ മികച്ചത് 11.1% മാത്രം. മികച്ചത് എന്നുള്ളത് 9% മാത്രം. 20ൽ താഴെ, അതായത് 20%, 20.1%. അതെ. എന്നാൽ മോശമെന്ന് പറഞ്ഞത് 16%, വളരെ മോശമെന്ന് പറഞ്ഞത് 39.5%. വോട്ട് ചെയ്തവരിൽ പകുതിയിലധികം ആളുകളും പറയുന്നു പിണറായി സർക്കാരിന്റെ ഭരണം പോരാ. 55% ആളുകളാണ് ഈ സർക്കാരിനെതിരായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. സർക്കാർ വിരുദ്ധ തരംഗമുണ്ട്. 5 LDF MLA-മാരുള്ള ലോക്സഭാ മണ്ഡലത്തിൽ, ഒരു MP ഉള്ള ലോക്സഭാ മണ്ഡലത്തിൽ. നോക്കൂ, AM ആരിഫ് നമ്മുടെ പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് അനുകൂലമായി വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സ്ഥാനാർത്ഥിയാവുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ തന്നെയും ആരവിടെ LDF സ്ഥാനാർത്ഥിയായാലും അവിടെ MP എന്നുള്ള നിലയ്ക്ക് ആരിഫ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ നേരത്തെ പറഞ്ഞുവല്ലോ, വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ആരിഫ് MP-യുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മോശപ്പെട്ട അഭിപ്രായം ആലപ്പുഴക്കാർക്കില്ല. എന്നാൽ പിണറായി സർക്കാരിനെതിരായിട്ടൊരു വികാരം, അതിശക്തമായ വികാരം എന്ന് പറഞ്ഞാൽ 55.1% ആ വികാരം അവിടെ നിൽക്കുന്നത്. ഉണ്ണിബാലകൃഷ്ണൻ നവകേരള സദസ്സ് യാത്ര ചെയ്ത് ആലപ്പുഴയിൽ എത്തുമ്പോഴേക്കാണ് നമ്മൾ അത് വളരെ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകൾ. ആലപ്പുഴയിലെ ദൃശ്യങ്ങൾ അത്ര പെട്ടെന്ന് വോട്ടർമാർ മറന്നിരിക്കാനിടയില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകാം എന്ന് തോന്നുന്നു. നേരത്തെ SFI DYFI-ക്കാർക്കെതിരായിട്ടായിരുന്നു നവകേരള സദസ്സിൽ ഈ പറയുന്ന വികാരം ഉണ്ടായതെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും ഈ പറയുന്ന സെക്യൂരിറ്റി ഓഫീസറും ഇറങ്ങി അടിച്ച സംഭവം സന്ദീപും അനിൽ കല്ലിയൂരും ഈ പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന വിധത്തിൽ പ്രവർത്തിച്ചു എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു മണ്ഡലമാണ് അത്. ആലപ്പുഴ നഗരത്തിന്റെ മധ്യത്തിലാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പതിഞ്ഞ ചിത്രവും അതായിരുന്നു അനിൽ കല്ലിയൂരിന്റെ ചൂരൽ പ്രയോഗം. അതുകൊണ്ട് അടുത്ത ചോദ്യം വളരെ പ്രധാനമാണ്. ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? കമ്പാരിസൺ, ആ താരതമ്യം എങ്ങനെയാണ് ആലപ്പുഴ നടത്തിയിരിക്കുന്നതെന്ന് അറിയാൻ നമുക്കും കൗതുകമുണ്ട്. നോക്കൂ, ആ താരതമ്യമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മെച്ചപ്പെട്ടു
11.6% മാത്രം. 11% ആളുകൾ, അതായത് 10-ൽ ഒരാളെ പറയുന്നുള്ളൂ രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സാറിനേക്കാൾ കൊള്ളാമെന്ന്. എന്നാൽ മോശമായി എന്ന് പറയുന്നതാവട്ടെ 66.2%. 10-ൽ 6 പേരും പറയുന്നു മോശമായി. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ പ്രതിച്ഛായ മോശമായിരിക്കുന്നു എന്ന് 55% ആളുകൾ പറയുന്നു. രണ്ടാം പിണറായി സർക്കാർ ആകട്ടെ വളരെ മോശമായിരിക്കുന്നു എന്ന് 66% പേര് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ജനതയുടെ ഒരു വോട്ടിംഗ് മനസ്സെന്താണ്? അത് ആന്റി LDF ഗവൺമെന്റ് ആണ്. അതെ, അത് കേരള സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആലപ്പുഴ മണ്ഡലത്തിലുണ്ട്. എന്നാൽ ആ ശക്തമായ ഒരു MP വിരുദ്ധ വികാരം മണ്ഡലത്തിൽ ഇല്ലതാനും. അതാണ് വളരെ പ്രധാനപ്പെട്ട MP വിരുദ്ധ വികാരം ഇല്ല. എന്നാൽ സർക്കാർ വിരുദ്ധ വികാരം വളരെ ശക്തമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ. എങ്ങനെയാണ് ഇനി ആരിഫാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇതിനെ അതിജീവിക്കാൻ പോകുന്നത്? ആരിഫിന്റെ വ്യക്തിത്വം, ആരിഫിന്റെ വികസന പ്രവർത്തനങ്ങൾ, ആരിഫിന് അനുകൂലമായിട്ടുള്ള ഭരണാനുകൂല MP അനുകൂല മനോഭാവത്തെ നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരത്തിന് മുകളിൽ മറികടക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. തിരമാലയെ മറികടക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ആലപ്പുഴയിലെ പ്രസക്തമായി. നേരത്തെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ 50%-ലേറെ ആളുകൾ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തെ വളരെ പ്രധാനമായി കാണുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ആരിഫ് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് അവിടെ ഇറക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം വളരെ പ്രധാനമാണ്. അതായത് ഈ പറയുന്ന ആന്റി ഇൻകംബൻസി LDF സർക്കാരിനെതിരായിട്ടുള്ള വികാരത്തെ മറികടക്കാൻ നല്ല വ്യക്തിത്വത്തിന് കഴിയുമെങ്കിൽ ആരിഫ് ഒരു നല്ല കാൻഡിഡേറ്റ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കോൺഗ്രസ് ഇറക്കുന്ന കാൻഡിഡേറ്റ് ഇപ്പോൾ നമുക്ക് KC വേണുഗോപാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്, അല്ലേ? VM സുധീരൻ അങ്ങനെയാണ്. വക്കം പുരുഷോത്തമൻ അങ്ങനെയാണ്. മണ്ഡലത്തിൽ പരിചിതനാണ്. ഈ പോപ്പുലാരിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ആലപ്പുഴയുടെ ഒരു മനസ്സുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള ആളുകൾ ഒപ്പം വരത്തന്മാർ എന്ന് പറയും. കറക്റ്റ് ആണ്. അതായത് കണ്ണൂരിൽ നിന്നാണ് KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ KC വേണുഗോപാൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഒരു വിശ്വാസവുമില്ല. കാരണം ആലപ്പുഴയുടെ മണ്ണെന്ന് പറയുന്ന നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കയർ ഫാക്ടറി തൊഴിലാളികളുടെയും പുന്നപ്പുറ വയലാർ പോലുള്ള വലിയ വിപ്ലവങ്ങളുടെയൊക്കെ ഒരു ഭൂമിയാണത്. ആ മനസ്സ് ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സാണ്. അവിടെയാണ് KC വേണുഗോപാൽ സ്ട്രൈക്ക് ചെയ്യുകയും 2004 വിജയിക്കുകയും ചെയ്യുന്നത്. 2009 വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടുകൂടി 2009 വിജയിക്കുന്നത്, 2014 വിജയിക്കുന്നത്. 2019 KC വേണുഗോപാലാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ നിസ്സംശയം KC വേണുഗോപാലിന് മത്സരിക്കും. 20-20 ആകുമായിരുന്നു. അതായത് സാധ്യതയുണ്ടായിരുന്നു. സംസ്ഥാനത്തൊട്ടാകെ UDF അനുകൂല തരംഗമുണ്ടാകുന്ന ഘട്ടത്തിലും ആരിഫിന് വിജയിച്ചു കയറാൻ സാധിച്ചത് ഒരൊറ്റ ഡിപ്പോസിറ്റിലാണ്. അത് ആരിഫിന്റെ വ്യക്തിത്വത്തിലുള്ള നിക്ഷേപം, വലിയ നിക്ഷേപം. ആ നിക്ഷേപം ഇത്തവണയും ആരിഫിനുണ്ട്. പക്ഷേ ആ നിക്ഷേപത്തെ മറികടക്കാൻ കഴിയുന്ന വലിയ ഡിപ്പോസിറ്റ് ഉള്ള ആൾ വന്നാൽ ഇനി KC വേണുഗോപാൽ വന്നാൽ KC വേണുഗോപാലിന് അനുകൂലമാകുന്നത് സർക്കാരിനെതിരെയുള്ള വിരുദ്ധ വികാരമാണ്. അതേസമയം MP അനുകൂലമായിട്ടുള്ള ഒരു തരംഗവും അവിടെയുണ്ട്. ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. മത്സരം തീപാറും എന്നത് തീർച്ചയാണ്. നമ്മൾ സർക്കാരിനെ കുറിച്ച് പറഞ്ഞു. സർക്കാർ ഇങ്ങനെയാകുമ്പോൾ, സർക്കാർ ഇത്രയും ജനങ്ങൾ വിമർശിക്കുമ്പോൾ പ്രതിപക്ഷം അതിനെ വിമർശിക്കുന്നുണ്ടോ? പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 8. ആലപ്പുഴയുടെ ഇന്റലിജന്റ് ഉത്തരം എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. വളരെ മികച്ചതെന്ന് പറയുന്നത് 2.1%. മികച്ചതാണോ മോശമാണോ എന്ന് ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും പ്രസക്തമായ ഒരു ഉത്തരമാണ്. ഇതുവരെയും 2 എന്ന് പറയുന്ന ഒരു ചുരുങ്ങിയ സ്കോറിലേക്ക് മോദി സർക്കാരോ പിണറായി സർക്കാരോ പോയിട്ടില്ല. പക്ഷെ പ്രതിപക്ഷത്തിൻ്റെത് വളരെ മികച്ചതെന്ന് പറയുന്നത് 2.1% ആണ്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ 12.1 ശരിയാണ്, 12.1. അതേസമയം മോശം എന്ന് പറയുന്നത് 50.3. ഇവിടെ എനിക്കൊരു തിയറി ഉണ്ട്. കാരണം വെച്ചാൽ ഈ പ്രതിപക്ഷത്തെ എപ്പോഴും നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് അവരുടെ പെർഫോമൻസിനെ ആസ്പദമാക്കിയല്ല, അവരെങ്ങനെ സ്ട്രൈക്ക് റിയാക്ഷനാണ്. അതാണ് അത് വീണ്ടും ആന്റി ഇൻകംബൻസി ആണ്. കാരണം വെച്ചാൽ സർക്കാരിന് വിരുദ്ധമായ ഒരു മനോഭാവം നിലനിൽക്കുമ്പോൾ ഈ പ്രതിപക്ഷം ഇങ്ങനെ പ്രവർത്തിച്ചാൽ പോരാ എന്നൊരു നിലയിലേക്ക് എത്തുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇൻഡെപ്ത് ആയിട്ട് സർക്കാർ വിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. പ്രതിപക്ഷത്തെ നമ്മൾ അളക്കുന്നത് അവരുടെ സമരങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ കണക്ക് റിയാക്ഷൻ കൊണ്ടുമാണ്. ആ റിയാക്ഷൻ അത്ര പോരാ എന്നുള്ളതാണ് അഭിപ്രായം. സർക്കാർ വിരുദ്ധ വികാരം ഇത്രയും ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിന് അത് എൻകാഷ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, ആളുകളിലേക്ക് അത് എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പരാജയമാണ്. ജനങ്ങളുടെ വികാരം കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല തെരുവുകളിൽ എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം ശക്തമാകുന്നതെന്ന് ഓർമ്മിക്കണം. ഈ സമരം ശക്തമാക്കിയത് യൂത്ത് കോൺഗ്രസ്, അതിന്റെ ക്രെഡിറ്റ് യൂത്ത് കോൺഗ്രസിനുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് സജീവമാക്കിയ പ്രതിഷേധത്തിലൂടെയാണ് പ്രതിപക്ഷം ശക്തമായി ആഞ്ഞടിച്ചു തുടങ്ങിയത്. പോലും പൊളിഞ്ഞു പോയതാണ് എന്നത് നമ്മൾ ഓർമ്മിക്കണം. അതെ, അതായത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പോരാട്ടം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വികാരമല്ല അവിടെ ഉള്ളത്.
മറിച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പരാജയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആന്റി ഗവൺമെന്റ് വികാരമാണ്. ശരി. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു കഴിവുകൊണ്ട് ഈ പറയുന്ന ശരി, നേട്ടമുണ്ടാകും. നമുക്ക് സർക്കാരിന്റെ കഴിവ് ജനങ്ങളിലേക്ക് നേരിട്ടെത്തിയ ഒരു പരിപാടി ഉണ്ടല്ലോ, നവകേരള സദസ്. അതേക്കുറിച്ച് എന്താണ് ആലപ്പുഴയ്ക്ക് പറയാൻ? ഇതുവരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും നവകേരള സദസ്സിന് ശരാശരി 60% മുകളിൽ 65% മുകളിലും നവകേരള സദസ്സിനെതിരായിട്ടുള്ള വികാരമാണ് നമ്മൾ ഈ സർവേയിൽ പ്രതിഫലിച്ചു കണ്ടത്. ആലപ്പുഴയിലും അതേ പ്രതിഫലനമാണോ എന്ന് നമുക്ക് നോക്കാം. നവകേരള സദസ്സിനോട് എങ്ങനെയാണ് ആലപ്പുഴയിലെ വോട്ടർമാർ വേണോ അതോ വേണ്ടിയിരുന്നില്ലേ? വേണ്ടിയിരുന്നില്ല, ആവശ്യമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് 72.6%. 10ൽ 7 പേരും പറയുന്നു വേണ്ടിയിരുന്നില്ല, 4ൽ 3 പേരും പറയുന്നു ഇത് വേണ്ടിയിരുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ആവശ്യമായിരുന്നു എന്ന് പറയുന്നത് 12.5, അറിയില്ല എന്ന് പറയുന്നത് 14.9. നോക്കൂ, ആ ലോക്സഭാ മണ്ഡലത്തിലെ 5 MLA-മാരെന്ന് പറയുന്നത് LDF-ന്റെ ഭാഗത്ത് സംഘാടകരവരായിരുന്നു. കരുനാഗപ്പള്ളിയിലും ഹരിപ്പാടും മാത്രമാണ് UDF-നുള്ളത്. അപ്പൊ ഈ 5 MLA-മാരുള്ള ഒരു മണ്ഡലത്തിലെ ആളുകളാണ് പറയുന്നത് ഈ നവകേരള സദസ്സ് ആവശ്യമില്ലായിരുന്നു. എന്തിനായിരുന്നു നവകേരള സദസ്സ്? കേന്ദ്രം കേരളത്തെ പീഡിപ്പിക്കുന്നു സാമ്പത്തികമായി എന്ന് ജനങ്ങൾക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാനും അവരെ ബോധ്യപ്പെടുത്താനുമായിരുന്നുവെങ്കിൽ ഇത് ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ അടുത്ത ചോദ്യത്തിന് ഉത്തരം അത് വളരെ പ്രധാനമാണ്. ഈ ചോദ്യവും തൊട്ടടുത്ത ചോദ്യവും തമ്മിൽ വിശേഷമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നവകേരള സദസ്സ് മോശമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നവകേരള സദസ്സിൽ ഉയർത്തിയ വിഷയം കൃത്യമായി ജനങ്ങൾ അതേപടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഷ്യമാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നവകേരള സദസ്സ് വിജയമായിരുന്നു എന്ന് പറയേണ്ടി വരും. നവകേരള സദസ്സ് പരാജയമെന്ന് കണക്കാക്കുന്നുണ്ടെങ്കിൽ നവകേരള സദസ്സ് വഴി എന്താണോ കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിച്ചത് അതാണോ ഫലം എന്ന് നമുക്ക് നോക്കാം. ഈ കാശില്ലാത്തതിന്റെ കാരണം എന്താണ്? ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ വാദം അത് ജനങ്ങൾ ആലപ്പുഴയിലെ വോട്ടർമാർ തള്ളിയോ അതോ അംഗീകരിച്ചോ? ഉത്തരം ഇതാണ്. നോക്കൂ, കാശില്ല കാരണം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പരാജയം എന്ന് 20% ആളുകൾ പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ് 69.5%, 69.5% ആളുകളും പറയുന്നത്. എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക്, പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾക്ക്, മറിയക്കുട്ടിക്ക് കയ്യിൽ പൈസയില്ലാത്തതിന്, പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് അല്ല, കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നമല്ല, പകരം സംസ്ഥാന സർക്കാരിന്റെ മിസ്മാനേജ്മെന്റ് എന്നത് തന്നെയാണ് ആലപ്പുഴയിലെ വോട്ടർമാർ വിലയിരുത്തുന്നത്. അതായത് 70% ആളുകളാണ് സംസ്ഥാന സർക്കാർ സാമ്പത്തികമായ കാര്യങ്ങളിൽ കെടുകാര്യസ്ഥത വരുത്തിയെന്ന് വിചാരിക്കുന്നു പറയുമ്പോഴത്തേക്കും അത് വീണ്ടും സർക്കാർ വിരുദ്ധ തരംഗമാണ്. നോക്കൂ, ആലപ്പുഴയുടെ MLA ആരായിരുന്നു? TM തോമസ് ഐസക് ആയിരുന്നു അല്ലേ? ഇപ്പോൾ ആലപ്പുഴ MLA PP ചിത്രഞ്ജനാണ്. ചിത്രഞ്ജന് മുമ്പ് തോമസ് ഐസക്കിനെയാണ് ആലപ്പുഴ തെരഞ്ഞെടുത്ത് വിട്ടത്. തോമസ് ഐസക്കും ഒരു വരുത്തനാണ്. പക്ഷേ തോമസ് ഐസക്കിനെ കുറിച്ച് എന്താണ് ആലപ്പുഴക്കാർ കരുതുന്നത്? മികച്ച സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ മികച്ച സാമ്പത്തിക വിദഗ്ധനെ തെരഞ്ഞെടുത്ത് വിടുകയും അദ്ദേഹം കേരളത്തിലെ ധനമന്ത്രിയായിരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കൃത്യമായൊരു ബോധ്യത്തിലേക്ക് അവരെത്തുന്നു. എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, കെടുകാര്യസ്ഥതയാണ് ഈ പറയുന്ന ധനപ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുമ്പോൾ നോക്കൂ, അരുൺ, സുജയ, കൃത്യമായ സർക്കാർ വിരുദ്ധ തരംഗം ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാം. ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇതെല്ലാം നെഗറ്റീവായി വർക്ക് ചെയ്യുന്നത് ആന്റി ഗവൺമെന്റ് ആയിട്ടാണ്. ഈ സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ചത് സ്വാഭാവികമായും പ്രതിപക്ഷമാകണമല്ലോ. പ്രതിപക്ഷം ക്രിയാത്മകമല്ല എന്ന് അങ്ങനെ വേണമെന്നില്ല. കാരണം വെച്ചാൽ നമ്മളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വയം ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു കണക്ക് ക്ഷേമ പെൻഷൻ കിട്ടാതിരിക്കുന്ന സാഹചര്യം, അവശ്യ സാധനങ്ങൾ ലഭ്യമല്ലാതിരിക്കുന്ന സാഹചര്യം, വിലക്കയറ്റം അനുഭവിക്കുന്ന സാഹചര്യം, കാരുണ്യ പോലുള്ള പദ്ധതികൾക്കുണ്ടായിട്ടുള്ള മുടക്കം, ഇതെല്ലാം തന്നെ ജനങ്ങൾ സാധനങ്ങളില്ലാന്നുള്ളത്. ഇതൊക്കെ പ്രതിപക്ഷം നന്നായി ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് പറയുന്ന ഒരു കാര്യത്തിൽ പോയിന്റ് ഉണ്ട്. പറയുന്നത് പകുതി പ്രതിപക്ഷം ബോധ്യപ്പെടുത്തേണ്ടതാണ്, പകുതി സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷത്തോടൊപ്പം ഒരു ധർമ്മം നിർവഹിച്ചവരുണ്ട് മാധ്യമങ്ങളിലൂടെ സ്വയം ബോധ്യപ്പെട്ടതാണ് ഇവർക്ക് ഈ ധനപ്രതിസന്ധി ആരുടേതാണ്. അവർക്ക് പെൻഷൻ കൊടുക്കുക. മറിയച്ചേച്ചിയെ കൊണ്ടുവന്നത് പ്രതിപക്ഷമാണെങ്കിലും അവതരിപ്പിച്ചത് മാധ്യമങ്ങളാണ്. ആദ്യം മറിയച്ചേച്ചിയെ കണ്ടെത്തുന്നത് ഒരു മാധ്യമമാണ്. നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലൂടെയാണ് പിന്നീട് മറിയച്ചേച്ചി സംസാരിക്കുന്നത്. അങ്ങനെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച മാധ്യമങ്ങളും പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എസ്റ്റാബ്ലിഷ്ഡ് റിയൽ പ്രതിപക്ഷത്തോട് ജനങ്ങൾ അത്ര പോരാ എന്ന നിലപാടാണ് എടുക്കുന്നതെങ്കിലും സർക്കാരിന്റെ വീഴ്ച ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ആ അർത്ഥത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ അടുത്ത ചോദ്യം, നവകേരള സദസ്സിൽ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. ആയുധമാക്കുന്നുണ്ടോ? കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ട് എന്ന് പറഞ്ഞത് 21.1% മാത്രമാണ്.
ഇല്ല എന്ന് പറഞ്ഞതാവട്ടെ പകുതിയിലധികം ആളുകളും 51.6% ആളുകളും ED, CBI പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തുന്നു. അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് 27.3% ആളുകളാണ്. 51% EDയും CBIയും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നില്ല എന്ന നിലപാടിലാണ്. നോക്കൂ, ആലപ്പുഴയുടെ മണ്ണറിയുന്ന ഡോക്ടർ TM തോമസ് ഐസക് EDയുടെ സമൻസിനോട് പ്രതികരിച്ചത് പ്രധാന വാർത്തയായ ഒരു ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. ED, CBI കേന്ദ്ര ഏജൻസികളെ കുറിച്ചുള്ള വേട്ടയാടലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്ന ഒരു മണ്ഡലത്തിലാണ് പറയുന്നത് EDയും CBIയും രാഷ്ട്രീയ ആയുധമല്ല. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ. നമ്മൾ എല്ലാ മണ്ഡലങ്ങളിലും ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ സമാനമായ അതിനൊരു കാരണം ഉണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നു. കരുവന്നൂരടക്കമുള്ള വിഷയങ്ങളിൽ ED എത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ജനം വിശ്വസിക്കുന്നില്ല. എക്സാലോജിക്കിലും അപ്പുറം കരുവന്നൂരാണ്. കാരണം ഇവിടെ EDയും CBIയും നേരിട്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കരുവന്നൂരാണ്. കരുവന്നൂരാണ് നമ്മൾ ഏറെ ചർച്ച ചെയ്തത്. എക്സാലോജിക്കുണ്ട് സ്വാഭാവികമായും. അപ്പൊ കരുവന്നൂർ വിഷയത്തിൽ അത് ബോധ്യപ്പെട്ടതാണ്, സർക്കാർ തന്നെ സംബന്ധിച്ചതാണ്, അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന് നാട്ടുകാർ ഇങ്ങനെ പ്രതികരിക്കൂ. അപ്പോൾ ഒരു കാര്യമുണ്ട്, നവകേരള സദസ്സിൽ പറഞ്ഞ ഈ ന്യായീകരണങ്ങൾ രണ്ട് വിഷയങ്ങളും പാളി. AM ആരിഫ് പുതിയൊരു വിഷയത്തിൽ പിടിക്കുന്നതായിരിക്കും നല്ലത്. AM ആരിഫിന് അവിടെ മുന്നോട്ട് വെക്കാനുള്ള ഏക ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു MP എന്നുള്ള നിലയ്ക്ക് ആരിഫ് ആ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ്. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം നിലനിൽക്കുന്നു. ഒരു ആന്റി ഇൻകംബൻസി വേവ് തന്നെ അവിടെയുണ്ട്. നവകേരള സദസ്സ് വർക്ക് ചെയ്തിട്ടില്ല. EDയുടെയും CBIയുടെയും വരവിനെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പകപോക്കലാണെന്നുള്ള വാദം അവിടെ വർക്ക് ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് വിലക്കയറ്റം വരെ അനുഭവിക്കുന്നു, കാരുണ്യ പോലുള്ള പദ്ധതികളുടെ പ്രതിസന്ധി അനുഭവിക്കുന്നു, ക്ഷേമ പെൻഷൻ കിട്ടാത്ത പ്രശ്നം അനുഭവിക്കുന്നു. There is a strong anti incumbency. പക്ഷേ അപ്പോഴും ഉണ്ണി ബാലകൃഷ്ണൻ AM ആരിഫ് MP ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച സജീവ സാന്നിധ്യമുണ്ടായിരുന്ന ഒരു MP ആണ്. നമ്പർ 2, അദ്ദേഹം പാർലമെന്റിൽ സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ്, പാർലമെന്റിലെ റെക്കോർഡ് വളരെ ഉയർന്നതാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന ഭരണത്തോട് മമതയില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യ പിടിക്കുമോ ഇന്ത്യ മുന്നണി എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ആലപ്പുഴയിലെ വോട്ടർമാരോട് നമ്മൾ ചോദിച്ചത്. രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്ന ആലപ്പുഴയുടെ വോട്ടർമാർ പറയുന്ന ഉത്തരത്തിലേക്ക് വരൂ. വലിയ നേട്ടമുണ്ടാക്കും എന്ന് പറയുന്നത് 27.8%, മെച്ചപ്പെട്ട പ്രകടനം 11.6%, ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്നത് 9.1%, നിലവിലേതിനേക്കാൾ മോശമായി എന്ന് 6.8%, വളരെ വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് 3.7%, അറിയില്ല എന്നുള്ളത് ഭൂരിപക്ഷം 41%. പക്ഷേ അവിടെ വലിയ നേട്ടമുണ്ടാക്കും, മെച്ചപ്പെട്ട പ്രകടനം എന്ന് പറയുന്നത് 39.4%. അവിടെ വീണ്ടും നോക്കൂ, ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമെന്ന് പറയുമ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആരാകണം എന്ന് ആലപ്പുഴ വോട്ടർമാർ ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷവും കൂടി ഉൾപ്പെട്ട മുന്നണിയാണെങ്കിൽ കൂടിയും ഇന്ത്യ മുന്നണി ഭരിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരം അവിടെയുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ സാധ്യതയുള്ള ഒരു മനസ്സ് ആലപ്പുഴയിൽ ഈ ചോദ്യത്തോട് പ്രതികരിച്ച വോട്ടർമാർക്കുണ്ട്. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിന് അനുകൂലമാകുമോ എന്നതാണ് അതിന്റെ ഉത്തരം നമ്മൾ ഏറ്റവും ഒടുവിലാണ് പറയുക, അടുത്ത ചോദ്യത്തിനു ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 13. അടുത്ത ചോദ്യം, ആലപ്പുഴയുടെ മനസ്സിലുള്ള ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മളത് അവിടുത്തെ വോട്ടർമാരോട് ചോദിക്കുന്നു. ഈ സാമ്പിൾ സൈസ് അതിന് തന്ന മറുപടി കഴിഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ KK ശൈലജയ്ക്കായിരുന്നു അഡ്വാൻസ്. എല്ലാ മണ്ഡലങ്ങളിലും KK ശൈലജ ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 10 മണ്ഡലങ്ങളിലും KK ശൈലജ തന്നെയാണ് ലീഡ് ചെയ്തിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു പേരുണ്ടോ എന്നതാണ് നമുക്കറിയേണ്ടത്. ഇത്തവണ എങ്ങനെയാണ് ആലപ്പുഴ ചിന്തിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നു. ശശി തരൂർ 13.8%, പിണറായി വിജയൻ 27%. ഒന്നാം സ്ഥാനത്ത് പിണറായി വിജയനാണ്. 27%. എനിക്ക് തോന്നുന്നത് 10 മണ്ഡലങ്ങൾ നമ്മൾ കവർ ചെയ്ത് 11ാം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ പിണറായിക്ക് ഇത്രയും അധികം വോട്ട് ചെയ്ത വേറൊരു മണ്ഡലം ഉണ്ടായിട്ടില്ല. ആലപ്പുഴ 27%. അത് കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴക്കാരൻ തന്നെ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് കേട്ടോ 2ാം സ്ഥാനത്തെത്തി. സാധാരണ VD സതീശൻ 2ാം സ്ഥാനത്ത് എത്തുന്ന VD സതീശൻ പിന്നിലേക്ക് പോവുകയും രമേശ് ചെന്നിത്തല മുന്നോട്ട് വരും, സ്വാഭാവികമാണ്. അതെ, പക്ഷെ 3ാം സ്ഥാനത്ത് ആരാണെന്ന് നോക്ക്, സുരേഷ് ഗോപിയാണ്. അത് ചെറിയ ശതമാനമല്ല, 19.5%. അപ്പൊ നോക്കൂ, 1ാം സ്ഥാനത്ത് പിണറായി വിജയൻ, 2ാം സ്ഥാനത്ത് ആലപ്പുഴക്കാരൻ്റെ സ്വന്തമായിട്ടുള്ള രമേശ് ചെന്നിത്തല, 3ാം സ്ഥാനത്ത് സുരേഷ് ഗോപി. അങ്ങനെ 3 പേരാണ് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ വലിയ പിന്തുണയുള്ള സ്ഥലം തന്നെയാണ്
ആലപ്പുഴ എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാം സ്ഥാനത്ത് അവരുടെ പ്രിഫറൻസ് രമേശ് ചെന്നിത്തലയാണ്. ശൈലജ വളരെ പിന്നിലാണ് വെൻ കമ്പയറിംഗ് വിത്ത് അതർ കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം, സംസ്ഥാന സർക്കാർ മോശമാണെങ്കിലും സംസ്ഥാന സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരണമോ എന്ന ചോദ്യത്തിന് ആലപ്പുഴയ്ക്ക് സ്പ്ലിറ്റ് വേണ്ടിയിട്ടാണ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആലപ്പുഴയുടെ നെഞ്ചിലുണ്ട് KC എന്ന് പറയുമ്പോൾ KCക്ക് അവിടെ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കുന്നില്ല KC. കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ KC മുഖ്യമന്ത്രിയാകണ്ട, KC രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നാൽ മതി എന്നതായിരിക്കാം ഒരുപക്ഷെ ആലപ്പുഴയുടെ മനസ്സിലിരിപ്പ്. ഒരു കേന്ദ്രമന്ത്രിയായി KC വേണുഗോപാലിനെ കാണാൻ ആലപ്പുഴ ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരുപക്ഷെ. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം അല്ലേ ഉണ്ണിബാലകൃഷ്ണൻ? അതെ അതെ. ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ ആർക്കാണ് വിജയ സാധ്യത? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പാണ് റിപ്പോർട്ടറിന്റെ ഇൻവെസ്റ്റിഗേറ്റർമാർ ഈ സർവേ ചോദ്യങ്ങളുമായി 19,223 വോട്ടർമാരെ കണ്ടത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ഒരു സർവേ ഫലമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇനിയുണ്ടാവുന്ന രാഷ്ട്രീയ അടിയൊഴുക്കുകളെല്ലാം ഈ വിധിയെ സ്വാധീനിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട്. ആ ഘട്ടത്തിൽ ആലപ്പുഴ നമുക്ക് നൽകുന്ന ചിത്രം എന്താണ്? നോക്കൂ, UDFന് 41.3%, അതായത് LDF പിന്നിൽ 40.2%. അട്ടിമറി. അതെ, അതായത് കനൽ. പക്ഷേ അട്ടിമറി എന്ന് പറയുന്നതിന്റെ ശതമാന വ്യത്യാസം നോക്കൂ, കേവലം 1.1. അതെ, 1% വ്യത്യാസമാണ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കഴിഞ്ഞ തവണ 40.96% ആരിഫിന്റെ വോട്ട്. അതവിടെ 0.8% കുറയുകയാണ്. അതായത് LDFന്റെ വോട്ട് ശതമാനം കഴിഞ്ഞ തവണത്തെക്കാൾ കുറയുന്നു. UDFന്റെ വോട്ട് ശതമാനം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 1.3% കൂടുന്നു. അപ്പോൾ LDFന്റെ വോട്ട് 0.8% കുറയുകയും 1.3% UDFന്റെ വോട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നേരിയ വ്യത്യാസത്തിലാണെങ്കിൽ കൂടിയും മേൽക്കൈ UDFനാണ്. പക്ഷേ ഈ പറയുന്ന ഒരു അട്ടിമറി അസാധ്യമായിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ അത്ര വളരെ അടുത്താണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് നമ്മൾ സർവേയുമായി ചെല്ലുന്ന സമയത്ത് വോട്ടർമാരുടെ മുന്നിൽ LDFന്റെ സ്ഥാനാർത്ഥി സാധ്യത ഒരു ചിത്രമായിട്ടെങ്കിലുമുണ്ട് ആരിഫ്. എന്നാൽ UDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നതിന് പൂർണ്ണ ചിത്രമായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കേൾക്കുന്നു, KC വേണുഗോപാലിന്റെ പേര് കേൾക്കുന്നു. അതെ, സ്വാഭാവികമായിട്ടും പേരുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും KC വേണുഗോപാലാണ് വരുന്നതെങ്കിൽ ഈ വെർഡിക്റ്റും KC വേണുഗോപാലിന്റെ വ്യക്തിത്വവും കൂടിയാകുമ്പോൾ മാർജിന്റെ ഡിഫറൻസ് കൂടും. അല്ലാതെ വ്യത്യസ്തമാകും. സ്വാഭാവികമായും കാൻഡിഡേറ്റ് വരുമ്പോൾ ആ കാൻഡിഡേറ്റിന്റെ ഒരു ശക്തിയുണ്ട്. ആരിഫ് ഇപ്പം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ സ്വാഭാവികമായിട്ടും. പക്ഷേ UDF ഇപ്പൊ വ്യക്തിത്വത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന മണ്ഡലം അതാണ്. ആ നിലയ്ക്ക് കാൻഡിഡേറ്റ് ഒരു റോൾ വഹിക്കും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ അറിയാവോ? ഇവിടെ BJPയുടെ വോട്ട് 18% അല്ല, 18.5%, 18.5%. 2019 17.24% ഇപ്പോൾ 18% എന്ന് പറയുമ്പോൾ 1.5% വളർച്ച. ആ ഒരു പോയിന്റ് 2021 തളർന്നു എന്ന് പറഞ്ഞ ഡോക്ടർ അരുൺ നോക്കൂ, മുഖ്യമന്ത്രിയായി സുരേഷ് ഗോപിക്ക് 19.5% ആളുകൾ പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ ഏറ്റവും മികച്ച സർക്കാരാണ് എന്ന് പറഞ്ഞത് മണ്ഡലം. അതായത് ഒരു മൃദു ഹിന്ദുത്വ വോട്ടുകളുടെ ഏകീകരണം സാധ്യമാണ് ആലപ്പുഴയിൽ. വേണ്ടി വന്നാൽ 25%-ലേക്കും ഉയർന്നു കയറാൻ സാധിക്കും. അവിടെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം പ്രധാനപ്പെട്ടതാണ്. ഒരു മികച്ച സ്ഥാനാർത്ഥിയെ ആലപ്പുഴയിൽ BJPക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ആ BJPയിലെ മികച്ച സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടറിന്റെ ഈ പിന്തുണയോടുകൂടി ചേർത്ത് വെച്ചാൽ 18.5-ൽ നിന്ന് 25%-ലേക്ക് മാറുക അങ്ങനെ മാറിയാൽ അപകടമുണ്ടാകുന്ന ആർക്കാണ്? കോൺഗ്രസിനാണ്. യാതൊരു സംശയമില്ല. അവിടെയാണ് ആരിഫിന്റെ മറ്റൊരു സാധ്യത കിടക്കുന്നത്. BJP ഒരു മികച്ച കാൻഡിഡേറ്റിനെ കൂടി ഇറക്കിയാൽ നിലവിലുള്ള സാഹചര്യങ്ങളിൽ അത് UDFന് ക്ഷീണമാകും. ഇനി നമുക്കൊപ്പം ലെവിൻ കെ വിജയൻ കൂടി ചേരുന്നുണ്ട്. ലെവിൻ കെ വിജയൻ, വെരി ഗുഡ് ഈവനിങ്. ആലപ്പുഴയുടെ മനസ്സറിഞ്ഞ ഒരു സർവേ ആണോ ഇത്? എന്താണ് ലെവിന് തോന്നുന്നത്? ഫീൽഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന എന്താണ്? സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടില്ല. UDFന് നേരിയ മുൻതൂക്കമുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ ഈ സർവേ പ്രകാരം. ലെവിൻ. തീർച്ചയായും ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മുടെ സർവേ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് വന്നതെങ്കിലും ഈ സർവേ പൂർണ്ണമായ രീതിയിൽ ശരിയാണെന്ന് നമുക്ക് ഒരു ഘട്ടത്തിലും പറയാൻ സാധിക്കില്ല. അത്തരത്തിലാണ് നമുക്ക് മണ്ഡലത്തിലുടനീളം നടത്തിയ വാർത്താ അന്വേഷണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ മൃദു ഹിന്ദുത്വ വോട്ടുകളുടെ ഒരു ഏകീകരണം ആലപ്പുഴയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ സംശയം ഏതുമില്ലാത്തതാണ്. തീരദേശ മേഖല, അതോടൊപ്പം തന്നെ ലാറ്റിൻ കത്തോലിക്ക സഭയുടെ നിർണായക ഘടകങ്ങൾ കൂടി ഈ വശത്ത് എടുത്തു പറയേണ്ടതുണ്ട്. മറുവശത്ത് മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാകാനുള്ള സാധ്യത മണ്ഡലത്തിലുടനീളം നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ LDFും UDFും തുല്യവും
വ്യത്യാസത്തിൽ മാത്രം നിലനിന്ന് മത്സരിച്ച് വിജയിച്ചു വരുന്ന ഒരു മണ്ഡലത്തിൽ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചില വോട്ടുകളുടെ ഏകീകരണം നിർണായക ഘടകമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വ വോട്ടുകൾ BJPക്ക് അനുകൂലമായി നമുക്കറിയാം. കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ 1,87,000-ൽ പരം വോട്ടുകൾ നേടി ഡോക്ടർ KS രാധാകൃഷ്ണൻ BJPയുടെ സ്ഥാനാർത്ഥി വോട്ടുകൾ സമാഹരിച്ചിരുന്നു. അപ്രതീക്ഷിതമായിട്ടൊരു നേട്ടമായിട്ടാണ് BJP പോലും അതിനെ വിലയിരുത്തിയിരുന്നതെങ്കിൽ ഇത്തവണ അവർ അത്തരത്തിലുള്ള വലിയ മുന്നേറ്റം തന്നെ വീണ്ടും ആവർത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിലൊരു നേട്ടം ഇനിയും ആവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള നിലയിലാണ് BJPയുടെയും NDAയുടെയും പ്രവർത്തനം മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് UDFനും LDFനും ഇത്തരമൊരു വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായാൽ അത് വെല്ലുവിളിയാകുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ തന്നെ വാർത്തയിൽ നേരത്തെ തന്നെ ധീവര സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി LDFന് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധീവര സഭയെ പോലുള്ള സംഘടനകൾ കൃത്യമായി ആലപ്പുഴ മണ്ഡലത്തിലെ ജയപരാജയം നിർണ്ണയിക്കാൻ ശേഷിയുള്ള സംഘടനയാണ്. 2 ലക്ഷത്തിൽ പരം ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഒരു മുൻതൂക്കമുണ്ട് അല്ലേ ലെവിൻ? തീർച്ചയായും അത്തരത്തിൽ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും KC വേണുഗോപാൽ ആണെങ്കിൽ ആലപ്പുഴയിൽ LDFന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ സർവേ ഫലം ശരിയാണെന്ന് ഗ്രൗണ്ടിൽ നിന്നും ലെവിന് കൂടി ബോധ്യമാവുന്നു. UDFന് നേരിയ മുൻതൂക്കമുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ്. വളരെ പ്രധാനമായിട്ടുള്ളത് ലെവിൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ കാര്യമാണ്. അതായത് ഈ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരും. അങ്ങനെ വരികയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊരു സ്ഥിതി ചിലപ്പോൾ മാറിയിട്ട് അത് വേണമെങ്കിൽ LDFന് അനുകൂലമായിട്ട് മാറുകയും ചെയ്യാം. കാരണം വെച്ചാൽ ഈ വോട്ടർമാരുടെ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഹിന്ദുത്വ വോട്ടിന്റെ കേന്ദ്രീകരണം, ആ ഹിന്ദുത്വ വോട്ടിന്റെ കേന്ദ്രീകരണം സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അത് NDAക്ക് ഗുണം ചെയ്യും. മറുഭാഗത്ത് ഏകീകരണവും സംഭവിക്കും. അപ്പൊ ആ അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ടും ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. കാരണം KC വേണുഗോപാലാണ് വരുന്നതെങ്കിൽ ആരിഫ് MPക്ക് അനുകൂലമായിട്ട് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാവും, കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ. അതെ, അല്ല, പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആലപ്പുഴ മണ്ഡലത്തിലെ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോൺഗ്രസിന് അനുകൂലമായിട്ട് ഒരു വോട്ട് ബാങ്കാണ്. ആ വോട്ടാണ് എപ്പോഴും ഒരു എന്താ പറയാ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ സമസ്തയ്ക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, നിശ്ചയമായിട്ടും. കഴിഞ്ഞ തവണ പൊളിറ്റിക്കൽ വോട്ടാണ് അവസാനം ഷിഫ്റ്റ് ചെയ്യുന്നത്. നോക്കൂ സുജയ, 2 പ്രധാനപ്പെട്ട കൊലപാതകങ്ങളാണ് ഈ പറഞ്ഞ ആലപ്പുഴ. അതെ, ആ 2 SDPഐയും അതേപോലെ തന്നെ BJPയുടെയും നേതാക്കളെ. അപ്പോൾ ആ ഡിവിഷൻ അവിടെ വളരെ ശക്തമാണ്. അവിടെ സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് പിന്നെ CPMന് അനുകൂലമായി പോൾ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആരിഫിന് DYFI കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹിന്ദുത്വ വോട്ട് ഏകീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഡാമേജ് ചെയ്യുക നാച്ചുറലി UDFനെയാണ്. കാരണം അവർക്ക് അവിടെ ആലപ്പുഴയിലെ ഈ ഹിന്ദു വോട്ട് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന UDF ക്യാമ്പിലേക്കായിരുന്നു. അവിടേക്കാണ് ഒരു ഇൻട്രോഡ് BJP കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ അത് വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നഷ്ടം സംഭവിക്കുക. കഴിഞ്ഞ തവണ കാൻഡിഡേറ്റ് സെലക്ഷനിലാണ് പാളിയത്. അതെ.